CPM-ന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് ഘടകവിരുദ്ധമായ BJP RSSുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിലും ഗൂഢസംഘത്തിൻ്റെ ഇടപെടൽ അൻവർ അടിവരയിട്ട് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് BJPയുടെ സഹായം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ RSSനെ അവർക്ക് വേണമായിരുന്നു. അവർ ഈ സംഘത്തിലെ ചിലരെ അതിനുവേണ്ടി ഉപയോഗിച്ചു. അവർ RSSുമായിട്ട് സംവദിച്ചു, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തു, കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായി. ഇപ്പോൾ അതിൻ്റെ തെളിവുകളും അതിൻ്റെ വിശദാംശങ്ങളും RSS നേതാക്കളുമായി സംസാരിച്ച ആളുകളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കുന്നില്ല. ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു എന്നും, അതുപോലെ തന്നെ മകൾ വീണ വിജയന് എതിരായ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അൻവർ പറയുന്നുണ്ട്. കേന്ദ്രത്തിലെ BJPയെ കൊണ്ട് ആവശ്യമുള്ള ചിലർ നിർദ്ദേശിച്ചതുകൊണ്ടാണ് ADGP RSSൻ്റെ നേതാക്കളെ കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പിന്നാലെ BJP പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിനെ ഉപയോഗിച്ച് തൃശ്ശൂർ പൂരം, സമാനതകളില്ലാത്ത സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും പേറുന്ന തൃശ്ശൂർ പൂരം കലക്കിയത്. നിലവിലെ ചില സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ അൻവർ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ പക്കൽ അതിനാവശ്യമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. ഈ അൻവർ പറയുന്നത് വിശ്വസിക്കത്തക്ക, അതിന് ഉപോത്ബലകമായ ചില സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഗൂഢസംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കത്തക്ക ചില സാഹചര്യങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഏതോ ഗൗരവമായ ഒരു രോഗത്തിന് വളരെ ഗൗരവമായ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. വിദേശത്തൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പഴയതുപോലെ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു വിഷയമാണ്. അത് ഈ കോളത്തിൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന ബോധവും എനിക്ക് നല്ലതുപോലെ ഉണ്ട്. പക്ഷേ ഇത്രയുമെങ്കിലും പറഞ്ഞത് ശ്രീ പിണറായി വിജയൻ്റെ ആരോഗ്യം നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തെ കൂടെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഗൂഢസംഘം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നുവെന്ന് CPM-ൽ തന്നെയുള്ള ഒരു നേതാവ്, ഒരു സ്വതന്ത്ര MLA പറയുന്നത് കൊണ്ടുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഈ ദൗർബല്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു ഞായറാഴ്ചയാണ് ആദ്യമായി അൻവർ പരസ്യമായി ആരോപണം ഉന്നയിച്ചതെന്ന് നമ്മുടെ ഇവിടെ ചൂണ്ടിക്കാട്ടി. സാധാരണഗതിയിലായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത നിമിഷം ഒരു പോരുകോഴിയെപ്പോലെ ചാടി വീണ് പ്രതികരിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ. നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടുള്ളൊരു ആരോപണം ഉണ്ടായപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനെതിരായിട്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ തന്ത്രപരമായ, പക്ഷെ ഞാനതിനെ ദുർബലമായ എന്ന് പറയുകയാണ്, ദുർബലമായ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം ആരോപണത്തിൻ്റെ കുന്തമുന നീളുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും എതിരെയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അൻവറിനെ തള്ളിപ്പറയാനും ശക്തമായിട്ട് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായത്. അവിടെ വെച്ചാണല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് അൻവറിനെ ആക്ഷേപിച്ചത്. അതുപോലെ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ സംസാരിച്ചത്. അത് എപ്പോഴായിരുന്നു, എത്ര സമയത്തിന് ശേഷമായിരുന്നു, ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പിണറായി വിജയനും RSSുമായുള്ള കൂട്ടുകെട്ടിൻ്റെ സാഹചര്യ തെളിവുകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു ADGP-യാണ് RSS നേതാക്കളെ കാണുന്നത്. 2 നേതാക്കളെ കണ്ടു. അതിനുശേഷം വളരെ കൃത്യമായിട്ട് തൃശ്ശൂർ പൂരം കലക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ സമയത്ത് അവിടെ മറ്റു സ്ഥാനാർത്ഥികൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റിയില്ല. എങ്കിലും പോലീസിൻ്റെ സഹായത്തോടെ
സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അവിടെ എത്താൻ പറ്റി, അവിടെ ഇടപെടാൻ പറ്റി, അല്ലെ ഇടപെടുന്നുവെന്ന് മാലോകരെ കാട്ടാൻ സാധിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. BJP സ്കെച്ച് ചെയ്ത തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുകയാണ്. ലോകസഭയിൽ അവർ കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറക്കുകയാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ എക്സാലോജിക്കിനെ കുറിച്ചുള്ള അന്വേഷണം മന്ദീഭവിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ BJP പ്രതിസ്ഥാനത്തുള്ള കൊടകര ഹവാലാപ്പണ കേസ് അതങ്ങാവിയായിപ്പോയി. വാസ്തവത്തിൽ ഈ സിനാറിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം, അത് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി 3-4 പേരടങ്ങുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൻവർ ഒരു സാധാരണ MLA ആണ്, ഒരു സ്വതന്ത്ര MLA എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് അഴിച്ചുവിട്ട ഭൂതങ്ങളുണ്ടല്ലോ, അതിശക്തിമാന്മാരാണ്. ഒരു വലിയ കുറ്റകൃത്യങ്ങളുടെ മേഖലയാണ് അദ്ദേഹം കേരള സമൂഹത്തിന് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. കുറ്റങ്ങളുടെയും തെറ്റുകളുടെയും ഒരു വലിയ ഭൂപ്രദേശം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അധോലോകം തന്നെ ഇപ്പോൾ അയാളുടെ ആരോപണങ്ങളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പരിസമാപ്തി എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതാണ്. ഒരുപക്ഷെ നമ്മൾ നാളെ അൻവറിനെ ജയിലിൽ പോയി കാണേണ്ടി വരുമോ എന്നുള്ളതും ആലോചിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് MV ഗോവിന്ദൻ ഈ അൻവർ കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, DSPയുടെ ക്യാമ്പ് ഹൗസിലെ മരം മുറി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വക വിഷയങ്ങൾ പാർട്ടി എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? ഈ ഗൂഢസംഘത്തിൻ്റെ കഥ അതുപോലെ ചേർത്ത് വായിക്കേണ്ടതാണ്. പിണറായി വിജയന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് RSS നേതാക്കളെ കണ്ടു എന്ന ആരോപണവും. ഇത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതേസമയം തന്നെ കേരളത്തെയും ബാധിക്കുന്ന ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ബംഗാളിലെ സിംഗൂരിൻ്റെയും നന്ദിഗ്രാമിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് മനസ്സിലായപ്പോൾ സഖാക്കൾ കൂട്ടത്തോടെ ലാൽ സലാം പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലും പശ്ചിമ ബംഗാൾ ആവർത്തിക്കുക തന്നെ ചെയ്യും.